എന്താ മേശ്ശേരി എഴുതിയിരിക്കുന്നത്? ഭദ്രന്റെ കത്തും പിടിച്ചിരിക്കുന്ന ശശി മേശ്ശേരിയോട് ഗിരീഷ് ചോദിച്ചു. ശശി പറഞ്ഞു, നമ്മുടെ കണ്ണനെ കുത്തിയ ആൾക്കാരെ പറ്റി ഭദ്രന് വിവരം കിട്ടിയിട്ടുണ്ട്. ആരാ അത് ചെയ്തത്? ഗോപിക്ക് ആകാംക്ഷ അടക്കാനായില്ല. പൊറിഞ്ചുവും കൂട്ടരുമാണത്രേ. പൊറിഞ്ചുവിന്റെ ഒരു കൂട്ടാളി ഒരു തല്ലുകേസിൽപ്പെട്ട് ജയിലിലുണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് ഈ വിവരം ഭദ്രൻ അറിഞ്ഞത്. ശശി മേശ്ശേരി കത്ത് മടക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, പൊറിഞ്ചുവും കൂട്ടരും ഇപ്പോൾ പനക്കാട്ടിലെ പാറക്കുളത്തിലുണ്ട്. തോട്ട പൊട്ടിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടുകൊണ്ടുവന്ന സുഗുണൻ അവർക്ക് സന്തോഷം പകരുന്ന ഒരു വിവരം പങ്കുവച്ചു. ശശി മേശ്ശേരി ഊർജ്ജസ്വലനായി എഴുന്നേറ്റു. തോർത്തെടുത്ത് തലയിലൊരു ചട്ടമ്പിക്കെട്ട് കെട്ടിയ ശേഷം ശശി പറഞ്ഞു, എല്ലാവരെയും വിളിക്കണടാ. നമുക്കും പാറകുളത്തിൽ പോയി തോട്ടയെറിയാം. മീൻ പിടിക്കാനല്ല, പൊറിഞ്ചുവിനെ പിടിക്കാൻ. തങ്ങളുടെ സംഘാംഗങ്ങളെ വിവരമറിയിക്കാനായി ഓടിയ ഗിരീഷനോട് ശശി മേശ്ശേരി വിളിച്ചു പറഞ്ഞു, ആ അശോകനെയും ആനന്ദനെയും കൂടെ വിളിച്ചോ. കണ്ണന്റെ മാമന്മാരാണ് അശോകനും ആനന്ദനും. കഴിഞ്ഞ തവണ ഭദ്രനെ പിടിക്കാൻ ചാത്തൻമലയിൽ പോയപ്പോൾ അവരെ വിളിച്ചിരുന്നില്ല. അതിലവർക്ക് പരാതിയുണ്ട്. അവരുടെ ആ പരാതി തീർക്കാനാണ് ശശി മേശ്ശേരി അവരെ കൂടെ വിളിക്കാൻ ഗിരീഷിനോട് പറഞ്ഞത്. ആനന്ദനും അശോകനും നല്ല മല്ലന്മാരാണ്. ഒരു 10 പേരുടെ ഗുണം ആ 2 പേരെ കൊണ്ടുണ്ടാകും എന്ന കാര്യം ശശി മേശ്ശേരിക്ക് അറിയാമായിരുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വലിയ സംഘം ചെമ്പകത്തോപ്പ് കവലയിൽ ഒത്തുകൂടി. പൊറിഞ്ചു ആരുടെയോ ഒരു ഉപകരണം മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു. അവന്റെ പിന്നിൽ ആര്? അതാണവർക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. ആ ഉദ്ദേശത്തോടെ അവർ പനക്കാട്ടിലേക്ക് 5-6 വാഹനങ്ങളിലായി യാത്ര ആരംഭിച്ചു. കാത്തുവും കണ്ണനും കൂടെ ചായക്കടയുടെ അടുത്തേക്ക് നടന്നു. അതൊരു ചെറിയ ചായക്കടയായിരുന്നു. ഒരു ചെറിയ ഓലപ്പുരയും ചെറിയൊരു ചായത്തട്ടും. അകത്ത് ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. പുറത്ത് ഒരു മാവിന്റെ ചുവട്ടിൽ 2 തടി സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. അതിലിരുന്ന് ചായ കുടിച്ചോണം. ആ ചായക്കടയിൽ അപ്പോൾ ചായക്കടക്കാരനല്ലാതെ മറ്റാരുമുണ്ടായിരുന്നില്ല. കൊതുകിനെയും അടിച്ചു കൊന്നിരിക്കുകയായിരുന്ന ആ മനുഷ്യൻ അവരെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു. 2 ചായ, കണ്ണൻ പറഞ്ഞു. കടുപ്പം എങ്ങനെയാ? അയാൾ ചോദിച്ചു. കടുപ്പം കുറച്ചു മതി, കണ്ണൻ പറഞ്ഞു. അല്ല, എനിക്ക് നല്ല കടുപ്പം വേണം, കാത്തു ചാടിക്കേറി പറഞ്ഞു. എടീ, കരളിൽ കറ പറ്റും. അത് സാരമില്ല, ചാരായമൊന്നുമല്ലല്ലോ, ചായയല്ലേ, കാത്തു പറഞ്ഞു. ചായയും ചാരായവും ഒരുപോലെ ദോഷമാണ്. നിന്റെ കരളിൽ എന്തെങ്കിലും പറ്റിയാൽ എനിക്കാ അതിന്റെ കേട്. മനസ്സിലായില്ല, കാത്തു അമ്പരന്നു. കണ്ണൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, നീ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ നിന്റെ കരളാണെന്ന്. അപ്പോ നീ കടുപ്പത്തിന് ചായ കുടിച്ച് കരള് വാടിയാൽ ഞാനും കൂടെയല്ലേ വാടിപ്പോകുന്നത്? ഇതുപോലുള്ള തമാശകൾ ഇനിയും കയ്യിലുണ്ടോ? കാത്തു കളിയാക്കി. ഇല്ല, ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൻ ചമ്മിയ ഒരു ചിരി പാസാക്കി. കണ്ണന്റെ ആശങ്ക മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു കടുപ്പം കുറഞ്ഞ 2 ചായയാണ് ചായക്കടക്കാരൻ നൽകിയത്. കാത്തു കടക്കാരനെ ദേഷ്യത്തോടെ നോക്കി. അയാൾ ചിരിച്ചു. ഉണ്ടക്കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കല്ലേ മോളെ, പേടിയാവുന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ കാമുകന്മാരാ അല്ലേ? കണ്ണനും കാത്തുവും ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മൗനം സമ്മതം. എനിക്കത് നേരത്തെ മനസ്സിലായി. അതുകൊണ്ടാ കാമുകൻ പറഞ്ഞതനുസരിച്ച് ചായ ഒഴിച്ചത്. നാളെ ഒരിക്കൽ നിങ്ങൾ കല്യാണം കഴിക്കുമല്ലോ. അപ്പോ ഭർത്താവ് പറയുന്നത് കേട്ട് ജീവിക്കേണ്ടവളാ മോള്. ഭർത്താവിനോടുള്ള അനുസരണ അതിപ്പോഴേ ശീലിച്ചു തുടങ്ങിക്കോ. ചായക്കടക്കാരൻ അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ സംസാരിക്കാൻ തുടങ്ങി. മാമൻ ഏത് ലോകത്താ ജീവിക്കുന്നത്? 2 വർഷം കഴിഞ്ഞാൽ വർഷം 2000 പുതിയ സഹസ്രാബ്ദം. മാമൻ ഇപ്പോഴും പഴയ കാലത്താ. ഇക്കാലത്ത് ഭാര്യ ഭർത്താവിന്റെ അടിമയല്ല. അടിമത്തമൊക്കെ എന്നേ നിർത്തലാക്കി. അറിഞ്ഞില്ലേ? എന്റെ ഭർത്താവ് മാമൻ പറഞ്ഞതുപോലെ എങ്ങാനും എന്നോട് പറഞ്ഞാൽ അന്ന് ഞാൻ ജയിലിൽ പോവും. കാത്തു പുരികം വളച്ച് കണ്ണുകൾ കൂർപ്പിച്ചു. നീ ജയിലിൽ പോകുന്നതെന്തിന്? കണ്ണൻ സംശയം. ഭർത്താവിനെ കൊന്നതിന്. അത് കേട്ട ചായക്കടക്കാരൻ ഉടനെ ധൃതിയിൽ ഗ്ലാസുകൾ കഴുകാൻ ആരംഭിച്ചു. മാമാ, ഇവള് ഫെമിനിസ്റ്റാണ്, കണ്ണൻ ചായക്കടക്കാരനോട് പറഞ്ഞു. അയ്യോ, ഞാനീ നാട്ടുകാരനല്ലേ. ആ പാവം കണ്ണന് നേരെ കൈകൾ കൂപ്പി. അയാൾ പുറത്തേക്കിറങ്ങിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കും, ഞാൻ കക്കൂസിൽ പോയിട്ട് ഇപ്പം വരാം. അതും പറഞ്ഞ് അയാൾ ധൃതിയിൽ കുണുങ്ങി നടന്നുപോയി. നീ ആ പാവത്തിനെ പേടിപ്പിച്ചു വിട്ടു, കണ്ണൻ കാത്തുവിനെ കുറ്റപ്പെടുത്തി. ഞാൻ പേടിപ്പിച്ചെന്നോ? പിന്നെ നിന്റെ ഉണ്ടക്കണ്ണ് വച്ച് തുറച്ചു നോക്കിയാൽ ആരായാലും ദഹിച്ചു പോയില്ലേ? എന്റെ കണ്ണ് അങ്ങനെ ആയത് എന്റെ കുറ്റമല്ലല്ലോ. അല്ല, പ്രകൃതിയുടെ വികൃതി. നീ ചായ കുടിക്ക്. ഒരു കവിൾ ചായ കുടിച്ചിറക്കിയിട്ട് അവൾ അഭിമാനത്തോടെ പറഞ്ഞു, സാരിയായാലും ആഭരണങ്ങളായാലും എന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാകാറില്ല. അതെന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നത്? കണ്ണൻ അമ്പരന്നു. എന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റാറില്ലെന്ന് സൂചിപ്പിക്കാൻ. സൂചി? അല്ല, സൂചി, സൂചിപ്പിക്കാൻ അവൾ നീട്ടി ഈണത്തിൽ പറഞ്ഞു. എന്നിട്ടവൾ തുടർന്നു,
എൻ്റെ കാമുകനും എൻ്റെ സെലക്ഷനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അതിലെനിക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നിന്റെ കയ്യിൽ ഞാൻ പരിപൂർണ സുരക്ഷിതയാണ്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ചായ വാങ്ങി തന്നതുകൊണ്ടാണോ? കണ്ണൻ അത്ഭുതം. ഓടാ, അവൾ കൃത്രിമ ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിലിടിച്ചു. നീ മനസ്സിലുള്ളത് പറ. അവനത് കേൾക്കാൻ ആകാംക്ഷയായി. ആനന്ദ് എൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടപ്പോൾ നീ നേരിട്ട മാനസിക വ്യഥ, നീ കാണിച്ച ആക്രമണോത്സുകത, അതിൽ പരം ഒന്നും വേണ്ട. ഹിംസമൃഗങ്ങൾ വാഴുന്ന ഈ കാട്ടിൽ പാവം ഒരു മാൻപേടയ്ക്ക് ആശ്വസിക്കാൻ. അവൾക്ക് തീർച്ചയായും ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ കഴിയും. മരണം അവളെ ഭയപ്പെടുത്തുകയില്ല. കാരണം അപകടങ്ങളെ അതിജീവിക്കാൻ അവളെ മാത്രം സംരക്ഷിക്കുന്ന 2 കരുത്തുറ്റ കരങ്ങളുണ്ട്. കണ്ണൻ അവൾ പറഞ്ഞത് ഇഷ്ടമായി. എങ്കിലും അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു. നീ കൊമേഴ്സുകാരി, ഞാൻ മലയാളം ലിറ്ററേച്ചർ. സാഹിത്യം മുഴുവൻ പറയുന്നത് നീ. കൊമേഴ്സുകാര് ഞങ്ങളുടെ മേഖലയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഉടനടി നിർത്തുക. സാഹിത്യമല്ല, കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി, അവൾ പറഞ്ഞു. ആനന്ദിനെ കിടക്കയിലാക്കിയതിന് നീ എനിക്ക് ഒന്നും തന്നില്ലല്ലോ. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവൻ പണയം വെച്ച്. അവൻ പറഞ്ഞു തീർക്കും മുമ്പേ കാത്തു അവനെ ദേഷ്യം പിടിപ്പിക്കാനായി ചാടിക്കേറി പറഞ്ഞു. നീ മാത്രമല്ലല്ലോ, ശശിമേശ്വരിയും ജീവൻ പണയം വച്ചല്ലേ ആനന്ദിനെ തല്ലാൻ പോയത്. അങ്ങേരില്ലായിരുന്നെങ്കിൽ നീ പടമായേനെ. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങേർക്കല്ലേ കൊടുക്കേണ്ടത്. എങ്കിൽ നീ ശശിമേശ്വരിയെ കെട്ടിക്കോ. കണ്ണന്റെ മുഖം കറുത്തു. അവൻ തുടർന്നു. അയാൾ പെണ്ണ് കെട്ടിയിട്ടില്ല. ചെല്ല്. കണ്ണൻ കെറുവിച്ചെഴുന്നേറ്റു. കാത്തു അവന്റെ കയ്യിൽ പിടിച്ച് ഇരിപ്പിടത്തിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അയാളൊരു പാവം. കണ്ടാൽ മുഖത്ത് പോലും നോക്കില്ല. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനായി വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞിട്ടാ ശശിമേശ്വരി എന്നോടൊപ്പം വന്നത്, കണ്ണൻ പറഞ്ഞു. അത് മനസ്സിലായി. എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അതും മനസ്സിലായി. എങ്കിൽ നീ പറഞ്ഞതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്തിന്? അവൾ അത്ഭുതം കൂറി. ഞാനല്ല ശശിമേശ്വരിയാണ് നിന്നെ തൊട്ടതിന് ആനന്ദിനെ തല്ലിയതെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. അതിലെനിക്ക് വിഷമമുണ്ട്. അവൻ കണ്ണു തുടച്ചു. ശരി, ക്ഷമി. അതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? പറഞ്ഞാൽ ചെയ്യുമോ? ചെയ്യും. വാക്ക് മാറില്ലല്ലോ? ഇല്ല. സത്യം? സത്യം. എങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മതാ. ഞെട്ടണ്ട, നീ സത്യം ചെയ്തതാ. ഇവിടെ ആൾക്കാര്. അവൾ പരുങ്ങി. പറ്റില്ലെങ്കിൽ ശരി, ശശിമേശ്വരിക്ക് കൊടുത്തോ. ദേ കണ്ണ, കാത്തുവിന് ദേഷ്യം വന്നു. ഇഷ്ടമില്ലേ? ആണ്. തരില്ലേ? തരാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ലല്ലോ. എന്തിനാ മടിച്ചു നിൽക്കുന്നത്? വേഗം. നീ തരുന്ന സമ്മാനമാണ് ആനന്ദിനെ പോലുള്ളവരെ നേരിടാൻ എനിക്ക് കിട്ടുന്ന ഊർജം. അവൾ ചുറ്റുപാടും നോക്കി പരിഭ്രമത്തോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്തിനാ പേടിക്കുന്നത്? കെട്ടിപ്പിടിക്ക്. നീ കിടന്ന് വെപ്രാളപ്പെടുത്താതെ. കാത്തുവിന് ദേഷ്യം വന്നു. എനിക്കുമുണ്ട് വെപ്രാളം. എവിടെയോ ഉമ്മ തരേണ്ടത്? അവൾ ചോദിച്ചു. എവിടെ തരാനാണ് ഇഷ്ടം? നെറ്റിയിൽ മതിയോ? അയ്യേ, ആർക്ക് വേണം അവിടെ? പിന്നെ എവിടെ? കവിളിലാണോ? അല്ല. പിന്നെ പറ. ചുണ്ടില്. അയ്യേ, ഒരയ്യേയുമില്ല. തരുന്നെങ്കിൽ താ, അല്ലെങ്കിൽ വിട്ടുകള. അവൻ തീർത്തു പറഞ്ഞു. കാത്തു ആശങ്കയോടെ ചുറ്റും നോക്കിയ ശേഷം അവനെ പുണർന്നു. അവനോ അതിഗാഢമായി അവളെ തന്നോട് ചേർത്തു. അവളിൽ നിന്നും ഒരു സീൽക്കാരമുയർന്നു. അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളെ തിരയാനാരംഭിച്ചപ്പോൾ അവൻ അതിനെ വേട്ടയാടി പിടിച്ചു. അവർ വർഷങ്ങളായുള്ള ദാഹം പരസ്പരം കുടിച്ചു തീർത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്യാമറ ഫ്ലാഷ് മിന്നിയത് അവരറിഞ്ഞില്ല. അവരെ പിന്തുടർന്നുകൊണ്ടിരുന്ന അപരിചിതനായ ആ മനുഷ്യൻ ഗൂഢമായ ഒരു മന്ദഹാസത്തോടെ പിന്നിലേക്ക് നടന്നു മറഞ്ഞു. ആ സമയം ശശിമേശ്വരിയും സംഘവും പനക്കാട്ടിലെത്തിയിരുന്നു. വിസ്തൃതമായ പാറക്കുളത്തിനു മുന്നിൽ അവരുടെ വണ്ടികൾ നിന്നപ്പോൾ പൊറിഞ്ചുവും 2-3 പേരും ആ നീല ജലപ്പരപ്പിൽ ജലക്രീഡകളിലായിരുന്നു. പൊറിഞ്ചുവിന്റെ ബാക്കിയുള്ള സംഘാംഗങ്ങൾ ഈ സമയം തോട്ട പൊട്ടിച്ച് കിട്ടിയ മീനിനെ ചുടുന്ന തിരക്കിലായിരുന്നു. അവിടെ മുന്തിയ മദ്യക്കുപ്പികൾ നിരന്നിരിപ്പുണ്ടായിരുന്നു. മീൻ ചുട്ടുകൊണ്ടിരുന്നവരുടെ മുന്നിലേക്ക് ജീപ്പുകളും ബൈക്കുകളും ഇരച്ചു നിന്നു. അതിൽ നിന്നിറങ്ങിയ ആചാനബാഹുക്കളെ കണ്ട് മീൻ പാകം ചെയ്തിരുന്നവർ നടുങ്ങി. അവർ ചാടി എണീറ്റു. അവരെ കടന്ന് മുന്നോട്ടു പോയ ശശിമേശ്വരി പാറക്കുളത്തിലേക്ക് നോക്കി അലറി. പൊറിഞ്ചു, കയറി വാ. ശശി, നിനക്കിവിടെ എന്ത് കാര്യം? ഇത് എൻ്റെ ഏരിയ, പൊറിഞ്ചു വിളിച്ചു പറഞ്ഞു. നിന്റെ ഏരിയ കയ്യേറാൻ വന്നതല്ല, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കയറി വാ. ശശിമേശ്വരി പൊറിഞ്ചുവിനെ ക്ഷണിച്ചു. ശരി ശശി, ഞാനിതാ വരുന്നു. പൊറിഞ്ചു കരയിലേക്ക് കയറി. പൊറിഞ്ചു ഒരു മൃഗമനുഷ്യനാണ്. കാശ് കൊടുത്താൽ ആരെയും കൊല്ലാൻ മടിക്കില്ല. പക്ഷെ അയാൾക്ക് ശശിമേശ്വരിയുടെ കായബലത്തെക്കുറിച്ച് നന്നായി അറിയാം. നനഞ്ഞ് വെള്ളമിറ്റ് വീഴുന്ന രീതിയിൽ ശശിയുടെ മുന്നിലെത്തിയ പൊറിഞ്ചു ഇങ്ങനെ പറഞ്ഞു. നിനക്കെന്താ അറിയേണ്ടത്? അറിയാവുന്നതാണെങ്കിൽ പറയാം. അടികൂടി ആരോഗ്യം കളയാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അത് കേട്ടാ ഞങ്ങൾ ഇവിടം വിടും. ശശിമേശ്വരി പൊറിഞ്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചോദിക്ക്,
അപ്പോ പറയാം, കണ്ണുകൾ പിൻവലിക്കാതെ പൊറിഞ്ചു പറഞ്ഞു. കണ്ണനെ കുത്തിയത് ആരുടെ കൊട്ടേഷനാ? ശശിമേശ്വരി ചോദിച്ചു. ആര് കുത്തി? പൊറിഞ്ചു അത്ഭുതം ഭാവിച്ചു. നീയും നിന്റെ ആൾക്കാരും. അസംബന്ധം. തെളിവുണ്ട്, ശശിമേശ്വരി പറഞ്ഞു. എങ്കിൽ കാണിക്ക്, പൊറിഞ്ചു വെല്ലുവിളിച്ചു. ശശിമേശ്വരി കൈ പരമാവധി പുറകിലേക്കെടുത്ത് പൊറിഞ്ചുവിന്റെ മുഖത്ത് ശക്തമായ ഒരിടി കൊടുത്തു. അവന്റെ മുഖത്തു നിന്നും രക്തം ചീറ്റി. അവന്റെ സംഘത്തിലുള്ളവർ ചാടിയണീറ്റു. ഇതാണ് തെളിവ്, ശശിമേശ്വരി പൊറിഞ്ചുവിനോട് പറഞ്ഞു. പൊറിഞ്ചുവിന്റെ സംഘം പെട്ടെന്ന് അവരെ വളഞ്ഞു.